നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേന്ദ്ര ബജറ്റ് ഇന്ന്. മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെയും നിർമ്മല സീതാരാമൻ്റെയും 8ാമത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലകയറ്റം പിടിച്ചു നിർത്താനും എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുണ്ടാവുകയെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇടത്തരക്കാർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഊന്നൽ നൽകുന്ന ബജറ്റ് ആയിരിക്കുമെന്നാണ് സൂചന. ഇന്നത്തെ ബജറ്റ് അവതരണത്തോടെ ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തിന് അഭിനന്ദനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസനം ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേരളത്തെ അഭിനന്ദിച്ചിരിക്കുന്നത്. അതേസമയം സ്വകാര്യ മേഖലയിലെ ജോലി സമയത്തിലടക്കം വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തവണത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മദ്യനിർമ്മാണശാലകൾ തുടങ്ങാനുള്ള ഓട്ടത്തിനിടയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം കൂടി സർക്കാർ ശ്രദ്ധിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിഷേധാത്മക നിലപാട് തുറന്നാൽ നിയമസഭയിലും പുറത്തും പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ പെൺകുട്ടി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ മരണം സ്ഥിരീകരിച്ചത്. പോക്സോ കേസ് അതിജീവിതയാണ് 19-കാരിയായ പെൺകുട്ടി. അതേസമയം പെൺകുട്ടിയുടെ ശരീരത്തിൽ നിറയെ മുറിവേറ്റ പരിക്കുകളുണ്ടെന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഫ്രീസർ ഒഴിവില്ലാത്തതിനാൽ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതിയും കാരണവരുടെ മരുമകളുമായ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകി. ഷെറിന് ശിക്ഷയെ ഇളവ് അനുവദിക്കുന്നത് നിയമവിരുദ്ധവും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതുമാണെന്ന് ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടി. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയായ ഹരികുമാറിന് മാനസിക പ്രശ്നമുണ്ടെന്നും ഇതിനാൽ തന്നെ പലപ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നതെന്നും പോലീസ് പറഞ്ഞു. 5 വർഷത്തോളമായി ചില മാനസിക പ്രശ്നങ്ങൾക്ക് ഹരികുമാർ ചികിത്സയിലാണെന്ന് തിരുവനന്തപുരം റൂറൽ SP സുദർശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹരികുമാറിന് വേണ്ടി അഭിഭാഷകർ ആരും കോടതിയിൽ ഹാജരായില്ല. ഹരികുമാറിനെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റി. ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ജ്യോത്സ്യൻ ദേവിദാസിന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ്. 36 ലക്ഷം തട്ടിയെടുത്തുവെന്ന കൊല്ലപ്പെട്ട ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ പരാതിയിലാണ് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത്. പണം വാങ്ങിയ കാര്യം നിഷേധിച്ച ഇയാളുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് ഇയാളെ വിട്ടയച്ചത്. ചോദ്യം ചെയ്യലിന് എത്തിയത് സ്വാഭാവിക നടപടിയുടെ ഭാഗമെന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദേവിദാസൻ പ്രതികരിച്ചു. 100% കള്ളപ്പരാതിയാണ് തനിക്കെതിരെ ഉന്നയിച്ചതെന്നും കോവിഡിന് മുൻപാണ് ഹരികുമാർ തൻ്റെ അടുക്കൽ ജോലി ചെയ്തിരുന്നതെന്നും അതിനുശേഷം കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ദേവിദാസൻ വിശദീകരിച്ചു. തൃപ്പൂണിത്തറയിലെ 15 വയസ്സുകാരൻ മെഹറിൻ്റെ ആത്മഹത്യയിൽ പോലീസ് അടിയന്തര നിയമ നടപടികൾ കൊള്ളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂളിൽ സമൂഹ നന്മക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനും നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സെയെ മീററ്റിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എന്ന പത്രവാർത്തയിൽ തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ 10-75 കൊല്ലമായി കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഹിന്ദുസഭ എന്ന KR മീരയുടെ പോസ്റ്റിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ചില എഴുത്തുകാരും പ്രവർത്തകരും രംഗത്തെത്തി. ഏതിനോട് സാമ്യം ചെയ്യണമെന്നിൽ ആരെ രീതിയിൽ വിമർശിക്കണമെന്നുള്ള വിവരമില്ലായ്മയാണ് പോസ്റ്റെന്നും പറഞ്ഞു. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പിൽ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും കൈക്കൂലിപ്പണം പിടികൂടി. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെയായിരുന്നു വാളയാർ വേലന്താളം ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് കൈക്കൂലിപ്പണം കണ്ടെത്തിയത്. 1,61,060 രൂപയാണ് 3 ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി വിജിലൻസ് സംഘം കണ്ടെത്തിയത്. രാജ്യം 6.3%-നും 6.8%-നും ഇടയിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നാണയനിധി, ഏഷ്യൻ വികസന ബാങ്ക്, ലോകബാങ്ക് എന്നീ അന്താരാഷ്ട്ര ഏജൻസികളുടെ വളർച്ചാ
അനുമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് സർക്കാരിൻ്റെ കണക്കുകൾ. തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണങ്ങളുമായി കുടുംബം. കുട്ടി നേരിട്ടത് അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. നേരത്തെ പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ കടുത്ത ശിക്ഷ വിധിച്ചുവെന്നും ആഴ്ചകളോളം സ്കൂളിൽ ഒറ്റപ്പെടുത്തിയെന്നും കുടുംബം പറയുന്നു. കൂടാതെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് സഹപാഠികളിൽ നിന്ന് കിട്ടിയ വിവരമെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കുടുംബം പറയുന്നു. പാലക്കാട് പൊത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലിനെയും കുഴൽമന്ദം ചിതലിയിൽ വല്യമ്മയുടെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ മൂത്ത മകൾക്ക് NHM ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്നും ഇളയ മകളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജിനോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറിയായി M മെഹബൂബിനെ തെരഞ്ഞെടുത്തു. 47 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 13 പേരെ പുതുതായി ഉൾപ്പെടുത്തി. ലിൻഡോ ജോസഫ്, OM ഭരദ്വാജ്, LG ലിജീഷ്, PC ഷൈജു, P ഷൈജു, M കുഞ്ഞാമത്, K ബൈജു, K രതീഷ്, PK വിനോദ്, MK രാമേന്ദ്രൻ എന്നിവരാണ് പുതിയ അംഗങ്ങൾ. ക്ഷണിതാവായി KP അനിൽകുമാറിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ബോംബ് ഭീഷണി. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമെതിരെയുമാണ് ഭീഷണി ഇമെയിലുകൾ ലഭിച്ചത്. ചെന്നൈ US കോൺസുലേറ്റിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ വാർഷിക ദിനത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ഭീഷണി. നിവേദിത എന്ന പേരിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ബോംബ് സ്ക്വാഡും പോലീസും കോളേജിൽ പരിശോധന നടത്തുകയാണ്. കൊച്ചിയിലെ മുനമ്പത്ത് നിന്ന് ബംഗ്ലാദേശ് പൗരന്മാരായ 27 പേർ പിടിയിൽ. അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ഇവരെ ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത്. ക്ലീൻ റൂറൽ എന്ന പേരിട്ട് കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. സ്ത്രീകളടക്കം പിടിയിലായെന്നാണ് വിവരം. 3 മാസം മുതൽ 10 വർഷം വരെയായി കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിൽ. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനമുള്ളതിനാലാണ് ഇവർ സംസ്ഥാനത്തേക്ക് എത്തുന്നതെന്നാണ് വിവരം. നടി ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ. വ്യാജ കേസ് കൊടുക്കുന്നതിൻ്റെ വേദന എന്താണെന്ന് ഹണി റോസും അറിയണമെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. പഞ്ചായത്ത് കിണറ്റിലകപ്പെട്ട പോത്തിന് രക്ഷകരായി അഗ്നിരക്ഷാസേന. തൊടുപുഴ പുറപ്പുഴ പഞ്ചായത്ത് 4-ാം വാർഡിൽ UP സ്കൂളിന് സമീപമാണ് സംഭവം. കാരക്കുന്നിൽ അനുരാജിന്റെ പോത്താണ് പഞ്ചായത്ത് കിണറ്റിൽ അകപ്പെട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. കോഴിക്കോട് ബേപ്പയൂർ ആനക്കോട്ട് വയൽ അംഗൻവാടിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 7 കുട്ടികൾ ചികിത്സ തേടി. ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്കാണ് ചിലർക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.